പിണറായി വിജയൻ കോൺഗ്രസിനെ ഉപദേശിക്കേണ്ടെന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. പിണറായി ബി.ജെ.പിയുടെ ബി ടീമാണ്. കേജ്രിവാളിന്റെ ധാർഷ്ട്യത്താലാണ് ഡൽഹിയിൽ ബി.ജെ.പി ജയിച്ചത്. ബീഹാറിലും സമാജ്വാദിയുമായി സഖ്യമാണ്. കേരളത്തിൽ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം സർക്കാരാണ്. മദ്യലഹരി മാഫിയയുമായി CPM-ന് ബന്ധമുണ്ടെന്നും കെ മുരളീധരൻ പറഞ്ഞു. പിണറായി വിജയൻ ഞങ്ങളെ ഉപദേശിക്കാൻ വരണ്ട. അദ്ദേഹം ഒരു സെക്യുലറാണെന്ന് അദ്ദേഹമാണ് ആദ്യം തെളിയിക്കേണ്ടത്. കേരളത്തിലെ CPM ബി.ജെ.പിയുടെ ബി ടീമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ അദ്ദേഹം ലേഖനത്തിൽ പറഞ്ഞത് ഡൽഹിയിൽ ഞങ്ങൾ മത്സരിച്ചുകൊണ്ടാണ് ബി.ജെ.പി ജയിച്ചതെന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടി എന്തിനാണ് മത്സരിച്ചതിന്? അദ്ദേഹത്തിൻ്റെ പാർട്ടി മത്സരിച്ച് നോട്ടയുടെ പുറകിൽ പോയി. എന്ന മുഖ്യമന്ത്രിക്ക് ഞങ്ങളോട് അത് മത്സരിക്കരുതെന്ന് പറയാൻ എന്താ അവകാശം? ഞങ്ങൾ ദേശീയ പാർട്ടിയാണ്. ഞങ്ങളവിടെ സഖ്യത്തിന് തയ്യാറായിരുന്നു. ഒരു 15 സീറ്റ് 70-ൽ 15 തന്നാൽ സഖ്യമാവാം എന്ന് പറഞ്ഞിരുന്നു. ഒരു സീറ്റ് പോലും നൽകില്ല എന്നുള്ള ധാർഷ്ട്യമാണ് കേജ്രിവാൾ സ്വീകരിച്ച് ഈ ലേഖനം എഴുതിയത് ബി.ജെ.പിയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നും കേരളത്തിൽ ബി.ജെ.പിയുടെ ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്ന പാരമ്പര്യമാണ് പിണറായിക്കുള്ളത്. ദയനീയ തോൽവിയായിരിക്കും LDFന് വരാൻ പോകുന്ന 2 തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ സംഭവിക്കാൻ പോകും. തോൽക്കുന്നത് വരെ ജയിക്കുമെന്ന് അവകാശപ്പെടാനുള്ള അവകാശം ഗോവിന്ദ മാഷ്ക്കും. മൂന്നാമതും പിണറായി വരും അല്ലെങ്കിൽ LDF വരും എന്നുള്ളത് എത്ര മനോഹരമായി നടക്കാത്ത സ്വപ്നം എന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നു. കേരളത്തിൽ ഇന്നുള്ള ഈ ഭീകര അന്തരീക്ഷത്തിൻ്റെ കാരണം ഗവൺമെൻറ്റിൻ്റെ തെറ്റായ സമീപനമാണ്. മദ്യമാഫിയ മാത്രമല്ല, മയക്കുമരുന്നും കഞ്ചാവിൻ്റെയും വിൽപ്പന നടത്തുന്ന ഒരു വൺ റാക്കറ്റുമായി CPM-ന് ബന്ധമുണ്ട്. അതിൻ്റെ ദുരന്തമാണ് കേരളത്തിൽ നടക്കുന്നത്. അതാണ് എത്രയോ കുഞ്ഞുങ്ങൾ, പാവം കുഞ്ഞുങ്ങൾ ലഹരിക്ക് അടിമകളായി ചത്തവിനൊക്കെ ജീവിച്ചിരിക്കലും എന്നുള്ള അവസ്ഥ കേരളത്തിൽ ഉണ്ടാവാൻ കാരണം സർക്കാരിൻ്റെ തെറ്റായ സമീപനമാണ്. ഞാൻ പറയാം, പാലക്കാട് ബ്രൂവറി യൂണിറ്റിനൊക്കെ ഒരു കാണിക്കുന്ന താല്പര്യം പാവപ്പെട്ട ആശാ വർക്കർമാരുടെ ഓണറേറിയം കൂട്ടുന്ന കാര്യത്തിൽ സ്വീകരിക്കുന്നുണ്ടോ? സമരം ചെയ്യുന്നവരെ ചീത്ത വിളിക്കുക, എന്തൊക്കെയാണ് പറയുന്നത്? CIT നേതാക്കളുടെ പ്രസ്താവനകൾ എന്താണ്? മറ്റേ സാംക്രമിക രോഗം പരത്തുന്ന കീടങ്ങൾ എന്നിവരെ സമരസമിതിയിൽപ്പെട്ട സ്ത്രീകളെ ആക്ഷേപിക്കുകയാണ്. ഇപ്പോൾ സുരേഷ് ഗോപി റെയിൻകോട്ടും കുടയും കൊടുത്തു, അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടം. അതിന് ഇനി ഒരു ഉമ്മ കൂടെ കൊടുക്കായിരുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു തരം ഞരമ്പ് രോഗം CIT-കാരെ ബാധിച്ചിരിക്കുകയാണ്. അതാണ് ഇങ്ങനത്തെ ഏറ്റവും തരംതാണ സ്റ്റേറ്റ്മെൻറ്റുകൾ കേരളത്തിൽ വരുന്നത്. ഇതിനെ ഒന്നും പ്രതിരോധിക്കാൻ കഴിയാതെ കോൺഗ്രസിനെ ഉപദേശിക്കാൻ വരണ്ടെന്ന് മാത്രമാണ് പിണറായിയോടും ഗോവിന്ദ മാഷോടും ഞങ്ങൾക്ക് പറയാം.